സാധ്യത 53% കുറവെന്ന പഠനങ്ങൾ. പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ലോ കാലറി സ്വീറ്റ്നേഴ്സ് ശരീരത്തിന് ഏറെ ദോഷം ചെയ്യുമെന്ന് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. AC തണുപ്പ് കൊതിക്കുന്നവരെ കാത്തിരിക്കുന്നത് ശ്വസന പ്രശ്നങ്ങൾ മുതൽ എല്ലിനെയും ത്വക്കിനെയും വാർദ്ധക്യ സമാനമാക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. മുലയൂട്ടുന്ന അമ്മമാർക്ക് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് വരാനുള്ള സാധ്യത 53% കുറവെന്ന് പഠനങ്ങൾ. ഒരു തവണയിലെ പ്രസവത്തിലെങ്കിലും ദിവസേന 15 മിനിറ്റിലേറെ മുലയൂട്ടിയിട്ടുള്ള അമ്മമാർക്കാണ് രോഗസാധ്യത കുറവ്. നാഡികളുടെ സംരക്ഷിത കവചം നശിക്കുന്നതിലൂടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. മാത്രമല്ല, 11 വയസ്സിന് മുൻപ് പ്രായപൂർത്തിയായ പെൺകുട്ടികളെക്കാൾ 15 വയസ്സിനു ശേഷം പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികൾക്ക് പിന്നീട് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് വരാനുള്ള സാധ്യത 44% കുറവാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. ജേണൽ ന്യൂറോളജിയിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വെളുത്ത വിഷമെന്ന് അറിയപ്പെടുന്ന പഞ്ചസാരയെ പേടിച്ച് നല്ലൊരു വിഭാഗം ആളുകളും ഇപ്പോൾ കാലറി കുറഞ്ഞ എന്നാൽ മധുരം നൽകുന്ന സുക്രലോസ് പോലെയുള്ളവയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ ലോ കാലറി സ്വീറ്റ്നേഴ്സ് എന്നറിയപ്പെടുന്ന ഇവ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് ഇത് സംബന്ധിച്ച് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിൽ ഏറ്റവും പുറത്തുവന്ന പഠനങ്ങൾ പറയുന്നു. പൊണ്ണത്തടി, ടൈപ്പ് 2 ഡയബറ്റിസ്, രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നീ രോഗങ്ങൾ ലോ കാലറി സ്വീറ്റ്നേഴ്സിന്റെ പാർശ്വഫലങ്ങളിൽ പെടുന്നു. ഗ്ലൂക്കോസ് ഉപാപചയം, വൻകുടലിലെ മൈക്രോ ബാക്ടീരിയ, വിശപ്പ് നിയന്ത്രണം ഇവയെ വിപരീതമായി ഇവ ബാധിക്കുമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. തലചുറ്റലും ആയുർവേദ ചികിത്സയും ഇതേക്കുറിച്ച് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ആര്യവൈദ്യ ഫാർമസിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജോബ് തോമസ് ആണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, തലചുറ്റൽ എന്ന ഒരു രോഗാവസ്ഥയെ ആയുർവേദം എങ്ങനെ കാണുന്നു, എന്താണ്? ആദ്യം തന്നെ പറയട്ടെ, തലചുറ്റ് ഒരു രോഗമല്ല, രോഗലക്ഷണം മാത്രമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലചുറ്റ് അനുഭവപ്പെടാത്തവർ വളരെ ചുരുക്കം മാത്രമേ കാണുകയുള്ളൂ. തലചുറ്റ് ഉണ്ടാകുന്ന അവസരത്തിൽ ഒരാളുടെ തല കറങ്ങുന്നതായിട്ട് ഉള്ള അനുഭവം ഉണ്ടാകാം, അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ ചുറ്റും കറങ്ങുന്നതായിട്ടും തോന്നാം. ഇത് രണ്ടും തലചുറ്റലിൽ അനുഭവപ്പെടുന്ന അനുഭവങ്ങളാണ്. പെട്ടെന്ന് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ അഥവാ ബാലൻസ് നഷ്ടപ്പെടും. ചില അവസരങ്ങളിൽ ഓക്കാനം ഉണ്ടാകും, ഛർദിയും ഉണ്ടാകാം. ശ്രദ്ധിക്കാത്ത പക്ഷം താഴെ വീഴാനും ഇത് കാരണമാകും. അതായത് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോയാൽ ഓർക്കാപ്പുറത്താണെങ്കിൽ നമ്മൾ താഴെ വീഴുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിനെപ്പറ്റി ഉള്ള ഒരു അറിവ് മുൻകരുതലുകൾ എടുക്കാനും രോഗകാരണങ്ങളെപ്പറ്റി സാമാന്യമായ ഒരു ബോധം ഉണ്ടാകാനും സഹായിക്കും. തലചുറ്റലിൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ നിസ്സാരമായിരിക്കാം. ചില അവസരങ്ങളിൽ അത് ഗുരുതരമായ പല രോഗങ്ങളുടെയും ലക്ഷണമായും കണക്കാക്കാം. രോഗികൾ സാധാരണ ചികിത്സയെ സമീപിക്കുമ്പോൾ ഗിഡിനസ് ഉണ്ടായി അല്ലെങ്കിൽ ഡിസിനസ് ഉണ്ടായി എന്നൊക്കെയാവും പറയുക. ഈ ഒരു അവസ്ഥയുടെ മെഡിക്കൽ ടേം വെർട്ടിഗോ എന്നാണ്. ആയുർവേദം ഇതിനെ ഭ്രമം എന്നാണ് പറയുന്നത്. സുശ്രുതാചാര്യൻ ഭ്രമത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് രജ പിത്താനിലാൽ ഭ്രമഃ എന്നാണ്. രജസ് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയാണ്. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തികളാണ് വാതവും അതുപോലെ തന്നെ പിത്തവും. ത്രിദോഷങ്ങളിൽ ഇവ രണ്ടെണ്ണത്തെയാണ് ഈ രോഗവുമായിട്ട് ബന്ധപ്പെടുത്തി ആചാര്യൻ പറയുന്നത്. അതായത് രജസിൻ്റെ സ്വാധീനത്തിൽ വാതവും പിത്തവും പിന്നെ വികൃതാവസ്ഥയിലെത്തുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പൊതുവെ എന്തൊക്കെ ലക്ഷണങ്ങളാണ്? പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഈ തലചുറ്റലിന് പറയുക. ചിലർക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നു എന്ന് പറയും, ചിലർക്ക് ബാലൻസ് തെറ്റുന്നു എന്ന് പറയും. എന്തൊക്കെ ലക്ഷണങ്ങളുമായിട്ടാണ് പൊതുവെ ഈ രോഗാവസ്ഥ കാണുന്നത്? സാധാരണയായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തല കറങ്ങുന്നതായിട്ട്
ഒരു അനുഭവം ഉണ്ടാകാം. അല്ലാത്ത പക്ഷം നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ നമുക്ക് ചുറ്റും ഈ വ്യക്തിയുടെ ചുറ്റും കറങ്ങുന്നതായിട്ടും തോന്നാൻ ഇടയുണ്ട്. ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നത് കൊണ്ട് പെട്ടെന്ന് എവിടെയെങ്കിലും നമ്മൾ പ്രതലത്തിൽ സപ്പോർട്ട് ചെയ്തില്ലാത്ത പക്ഷം താഴെ വീഴും. ഓക്കാനുണ്ടാകാം. അപൂർവം അവസരങ്ങളിൽ കണ്ണിൽ ഇരുട്ടുണ്ടാകാം. ഇതിനേക്കാളൊക്കെ ഉപരി ഒരു പെട്ടെന്നുണ്ടാകുമ്പോൾ ഭയമുണ്ടാകുന്നു എന്നാണ് ഏറ്റവും വലിയ അനുഭവം. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ പോലും നഷ്ടപ്പെടുത്തും. കാരണം നമ്മളെ ഏതെങ്കിലും ഈ രോഗി ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അയാളുടെ സെൽഫ് കോൺഫിഡൻസിനെ പോലും നഷ്ടപ്പെടുത്താൻ ഇത് കാരണമാകും. വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു തലചുറ്റലിന് വലിയ പ്രാധാന്യമില്ല. ഇപ്പോൾ ഉയർന്ന പ്രതലത്തിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തലചുറ്റൽ അനുഭവപ്പെടുന്ന സ്വാഭാവികമാണ്. അതിന് വലിയ പ്രാധാന്യം കണക്കാക്കേണ്ടതില്ല. പക്ഷേ ഇടയ്ക്കിടെ ഈ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയും ചികിത്സ അനിവാര്യമായി തീരുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ശരീരത്തിന്റെ ഈ ബാലൻസ് തെറ്റിയതായിട്ടൊരു ഫീലിംഗ് ഉണ്ടാകുന്നത്? ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് മസ്തിഷ്കത്തിലെ ചില ഭാഗങ്ങളും ശ്രവണേന്ദ്രിയവും ശ്രവണനാഡിയും നേത്രേന്ദ്രിയവും കൂടിയുള്ള ഒരു യോജിച്ച പ്രവർത്തനമാണ്. ഇവയിൽ ഏതിനെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇവകളുടെ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ പ്രവർത്തനത്തിൽ വൈകല്യം സംഭവിച്ചാൽ ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടും. സാധാരണ തലചുറ്റുണ്ടാവുന്ന രോഗികൾക്ക് ചെവിയിൽ പഴുപ്പോ അല്ലെങ്കിൽ ചെവിയിലെ സംബന്ധമായ ശ്രോത്രേന്ദ്രിയത്തെ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളോ ആണ് സാധാരണ കണ്ടുവരാറുണ്ട്. ചെവിയുടെ ബാലൻസിങ് സിസ്റ്റം നഷ്ടപ്പെടുന്നതായിട്ടാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാരണം അതായത് ഇപ്പോൾ ഒരു സൈനസൈറ്റിസ് പോലെ പീനസം പോലത്തെ രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ വരാം. ചെവിയിൽ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ പഴുപ്പുണ്ടാകാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഏത് പ്രായത്തിലുള്ളവർക്കും ഈ തലചുറ്റൽ ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും. ഇതിന് പ്രായം ഒരു ഘടകമല്ല, അല്ലെങ്കിൽ പ്രായം ഒരു ചിന്തിക്കേണ്ട വിഷയമല്ല. സ്ത്രീകൾക്കുണ്ടാകാം, പുരുഷന്മാർക്കുണ്ടാകാം, ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇതുണ്ടാകാം. പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് അനീമിയ മൂലം ഉണ്ടാകാം, അതായത് രക്തക്കുറവ്, ശരീരത്തിൽ രക്തക്കുറവ് മൂലം വെയിലത്ത് കുറച്ചു നേരം നിൽക്കുമ്പോൾ മയക്കം ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ കാരണം വിളർച്ചയാണ്. അതുപോലെ തന്നെ അമിതമായ ജോലി, ചിലപ്പോൾ കുട്ടികൾക്ക് അത് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിട്ടുള്ള കളിയോ ജോലിയോ, ശരീരം വിയർക്കുക മുഴുവൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഡീഹൈഡ്രേഷൻ ചിലപ്പോൾ ഇത് തലചുറ്റിനെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാരണമാണ്. ഓക്കെ, ഈ രക്തസമ്മർദ്ദം പോലെയുള്ള അസുഖങ്ങൾ മുതിർന്നവരിൽ, അല്ലെങ്കിൽ ലോ BP അല്ലെങ്കിൽ ഹൈ BP എന്ന് പറയുന്ന ഒരവസ്ഥ മുതിർന്നവരിൽ തലക്കറക്കം ഉണ്ടാക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ലോ BP പലപ്പോഴും തലചുറ്റലിന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ ഹൈ BP, നോർമൽ BP സാധാരണ 110/90 മില്ലിഗ്രാം മെർക്കുറിയാണ്. ഇതിനേക്കാളും മുകളിലോട്ടോ വളരെ ഉയർന്ന തലത്തിൽ, ഇപ്പോൾ ഇത് നോർമലായിട്ടുള്ളതാണ്, വളരെ ഉയർന്ന തലത്തിൽ BP പോകുന്ന അവസരത്തിൽ സാധാരണ സംഭവിക്കാം. അതുപോലെ തന്നെ ഡയസ്റ്റോളിക് പ്രഷർ വളരെ താഴ്ന്നു പോകുന്ന ചില അവസരങ്ങളുണ്ട്, അപ്പോഴും ഇതുപോലെ തന്നെ സംഭവിക്കാം. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് പഞ്ചസാരയുടെ അളവ് തീരെ കുറഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോൾ അമിതമായിട്ട് മരുന്നുകൾ ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ദീർഘകാലം മരുന്ന് കഴിക്കുന്ന ചില പ്രമേഹ രോഗികളുണ്ട്. അവർ രക്തപരിശോധന ഇല്ലാതെ ദീർഘകാലം അല്ലെങ്കിൽ വൈദ്യോപദേശം ഇല്ലാതെ ഏതെങ്കിലും കാലത്തെ കുറിച്ച് കൊടുത്ത മരുന്ന് തുടർച്ചയായി കഴിക്കുന്ന രോഗികളുണ്ടാകും. അവർക്കും ഇതുപോലെ തന്നെ സംഭവിക്കാം. കഴുത്തിനെ ബാധിക്കുന്ന വാതരോഗങ്ങൾ ഇത്തരം തലചുറ്റലിന് ഒരു കാരണമാകാറുണ്ട്. കഴുത്തിലെ കശേരുക്കളുടെ ഇടയിൽ കുഷ്യൻ പോലത്തെ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗങ്ങൾ തേഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അതിന് ക്ഷതം സംഭവിക്കുമ്പോൾ കശേരുക്കൾ തമ്മിൽ അമർന്നിരിക്കാൻ ഇടയാകും. ഈ അവസരത്തിൽ അതിലൂടെ കടന്നു പോകുന്ന നാഡീഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കും. അത് അതിൻ്റെ പ്രവർത്തന രാഹിത്യത്തിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മുകളിലോട്ടുള്ള, അതായത് മസ്തിഷ്കത്തിലേക്കുള്ള രക്തചംക്രമണത്തിന് എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കുകയും കഴുത്തിൻ്റെ ചലനം, അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചലനം പലപ്പോഴും ഇത്തരം
തലച്ചുറ്റലിന് കാരണമാകാറുമുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ധാരാളം കാണാറുണ്ട്. അതുപോലെ തന്നെ നീർവീഴ്ച മറ്റൊരു കാരണമാണ്. ആയുർവേദ ചികിത്സകന്മാർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നീർവീഴ്ച. അമിതമായി വിയർക്കുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ തല കുളിച്ചിട്ട് ശരിയായിട്ട് തോർത്താത്ത ചില ആൾക്കാരെന്ന് ഉദ്ദേശിച്ചത് രോഗപ്രതിരോധ ശേഷി കുറവുള്ള, ആരോഗ്യം കുറവുള്ള വ്യക്തികൾക്ക് ആണ് സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ കഴുത്തിലെ പേശികൾക്ക് അതിൻ്റെ ടെക്സ്ചർ കട്ടിയാകുകയും അത് സ്റ്റിഫാകുകയും അതുവഴി പോകുന്ന നാഡീഞരമ്പുകൾ ഇറുകയും ചെയ്യും. തുടർന്ന് തലകറക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട്. പ്രായമാകുന്തോറും രക്തധമനികളുടെ വ്യാസം കുറയാൻ ഉള്ള സാധ്യതയുണ്ട്. ഈ അവസരത്തിൽ മസ്തിഷ്കത്തിലേക്കുള്ള രക്തയോട്ടത്തിന് നിയന്ത്രണം ഉണ്ടാകുകയും അപ്പോഴും തലകറക്കം ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. ശാരീരികമായ 14 വേഗങ്ങളെപ്പറ്റി അല്ലെങ്കിൽ അർജസിനെ പറ്റി ആയുർവേദം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അർജസ് അതിൻ്റെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിന് സഹായകമായ കാര്യങ്ങളാണ്. അവ ഒരിക്കലും തടുക്കാൻ പാടുള്ളവയല്ല. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സൗകര്യം പ്രമാണിച്ച് പലപ്പോഴും തടുക്കേണ്ടതായിട്ട് വരും. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉള്ള പക്ഷം അതും തലകറക്കത്തിന് കാരണമാകാറുണ്ട്. വേഗൻ ന ധാരിയൽ, വേഗങ്ങൾ, ഇത് നാച്ചുറൽ അർജസ് എന്നാണ് വേഗങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനെ തടുക്കാൻ, അതുപോലെ തന്നെ മുഖി പുറപ്പെടുവിക്കാനും പാടില്ല. വാത, വിൺമൂത്ര, ശവ, ത്രിഡ്, ക്ഷുത്, നിദ്രാകാസ, ശ്രമശ്വാസ, ജൃംഭ, അശ്രു, ഛർദി, രേസ, ഇത് 14 വേഗങ്ങളാണ്. ഊർധ്വവായു, അധോവായു, മലശോധന, മൂത്രത്തിൻ്റെ ശരിയായ പോക്ക്, വാത, വിൺമൂത്ര, ക്ഷവതു, തുമ്മല്, ദാഹം, വിശപ്പ്, നിദ്ര, ഉറക്കം, കാസം, ചുമ, ശ്രമശ്വാസം, ഇക്കിള്, ശ്രമശ്വാസ, ജൃംഭ, മൂരി നിവരിക, ജൃംഭ, അശ്രു, കണ്ണുനീര്, ഛർദി വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ രേതസ്, സെക്ഷൽ അർജ്, ഇതൊക്കെ തടുത്ത് വെക്കാൻ പാടുള്ളതല്ല. പക്ഷെ അപ്പോഴും സദാചാര ബോധത്തെപ്പറ്റിയും ആയുർവേദം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോമൺ സെൻസ് അവിടെ ഉപയോഗിക്കണം. സദാചാര ബോധം ഇവിടെ നമ്മൾ പ്രായോഗികമായി അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത്തരം വേഗങ്ങളെ തടുക്കാൻ പാടുള്ളതല്ല. തടുത്തു കഴിഞ്ഞാൽ രോഗങ്ങളുണ്ടാകും. ഇതിൽ ദാഹം തടുത്താൽ, തുടർച്ചയായി തടുക്കുന്ന ഒരാൾക്ക്, അതായത് ദാഹിക്കുന്ന വ്യക്തി സമയാസമയം വെള്ളം കുടിക്കാത്ത പക്ഷം അത് തുടർച്ചയായി ഒരു ശീലമാക്കുമ്പോൾ അയാൾക്ക് തല ചുറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിദ്ര, ഉറക്കം തടുക്കുന്ന വ്യക്തിക്കും ഇതുപോലെ തന്നെ തുടർച്ചയായ ഒരു കാലം ഇതുപോലെ ശീലിക്കുമ്പോൾ ഇത് സംഭവിക്കാം. അതുപോലെ തന്നെ ഇക്കിളും തടുക്കാൻ പാടുള്ളതല്ല. ഇക്കിള് തടുക്കുമ്പോഴും തലച്ചുറ്റ് ഉടനുണ്ടാകുമെന്നല്ല അർത്ഥം. സ്ഥിരമായി ഇങ്ങനെയൊരു സ്വഭാവവിശേഷം നമ്മൾ പിന്തുടരുകയാണെങ്കിൽ അത് ഇക്കിളിൽ തടുക്കുന്ന വ്യക്തിക്കും തലച്ചുറ്റിലുണ്ടാകും. പലപ്പോഴും നമ്മളിതിൻ്റെ കാരണം മനസ്സിലാവില്ല. പക്ഷേ ആയുർവേദ വൈദ്യൻ ഓരോന്നായിട്ട് ചോദിച്ച് ദർശന സ്പർശന പ്രശ്നം, ഓരോ ദർശനം കൊണ്ടും സ്പർശം കൊണ്ടും ചോദ്യോത്തരം കൊണ്ടും രോഗിയെ പരിശോധിക്കുന്ന അവസരത്തിൽ ഓരോ കാര്യങ്ങളെ ബന്ധപ്പെടുത്തുമ്പോഴായിരിക്കും പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ വെളിവായിട്ട് വരുന്നത്. ഡോക്ടർ ദയവായി ലൈവിൽ തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഉണ്ട്, സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക്. തലച്ചുറ്റലിനെ കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ, നല്ലൊരു ശതമാനം രോഗികളും ഇപ്പോൾ തലച്ചുറ്റൽ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ പ്രധാനമായും പറയുന്നത് വെർട്ടിഗോയുടെ പ്രശ്നമാണ് എന്ന് പറയുന്നത്. നല്ലൊരു ശതമാനം പേരിലും വെർട്ടിഗോ എന്നൊരു അസുഖത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് ഈ വെർട്ടിഗോ? ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭ്രമം എന്ന് പറയുന്ന
രോഗാവസ്ഥ? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാകുന്നു? നമ്മൾ ഇവിടെ വെർട്ടിഗോ എന്ന് വെച്ചാൽ തലചുറ്റൽ, അതിന്റെ മെഡിക്കൽ ടേമാണ്, തലചുറ്റലിന്റെ മെഡിക്കൽ ടേമാണ് വെർട്ടിഗോ എന്നത്. അതിന്റെ കാരണങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കഴുത്തിനെ ബാധിക്കുന്ന വാതരോഗങ്ങൾ, അല്ലെങ്കിൽ പിന്നെ നീരിറക്കം, പിന്നെ വേഗങ്ങൾ, ശാരീരിക വേഗങ്ങളെ തടുക്കുന്ന സ്വഭാവമുള്ള വ്യക്തികൾ, ശരീരവേഗങ്ങളെ പറ്റി നമ്മൾ 14 വേഗങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവർക്കെല്ലാം അതായത് പിന്നെ മസ്തിഷ്കത്തിലേക്കുള്ള രക്തചംക്രമണത്തിന് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇതെല്ലാം തലചുറ്റലിന് കാരണമാകും. ചിലപ്പോൾ മൈഗ്രെയിൻ പോലത്തെ കൊടിഞ്ഞി പോലത്തെ തലവേദനയുള്ള വ്യക്തികൾക്കും തലചുറ്റലിനുള്ള സാധ്യത ഉണ്ട്. അതിന്റെ കാരണം ഒരുപക്ഷെ തലചുറ്റൽ കാരണം മൈഗ്രെയിൻ ആകാനും സാധ്യതയുണ്ട്. ഇതിന്റെ നിർവചനത്തെപ്പറ്റി സുശ്രുതാൻ പറഞ്ഞിരിക്കുന്നത് പിത്ത അനിലൈ എന്നാണ്. അതായത് പിത്തദോഷത്തിന്റെയും വാതദോഷത്തിന്റെയും സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ വികൃതാവസ്ഥയാണ് ഈ രോഗത്തെ ഉണ്ടാക്കുന്നത്. അതിൽ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രജസ് എന്ന ശക്തിയുടെ സ്വാധീനവും ഉണ്ട്. ഇവയെ ശമിപ്പിക്കുന്ന ഔഷധങ്ങളാവണം ഇങ്ങനത്തെ അവസരത്തിൽ പ്രയോഗിക്കേണ്ടത്. ശരീരത്തിന് പുറമേ പുരട്ടുന്ന തൈലങ്ങളും ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളും രോഗാവസ്ഥയെ ശമിപ്പിക്കാൻ പ്രയോജനപ്പെടും. വാതപിത്ത ശമനമായിട്ടുള്ള കഷായക്കൂട്ടുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. വളരെ സാധാരണമായി ഈ ഒരു രോഗാവസ്ഥയിൽ ഉപയോഗിക്കുന്ന ഒരു കഷായക്കൂട്ട് പാൽമുതുക്ക്, ആവണക്ക്, തഴുതാമ, തേക്കിട, കാട്ടുഴുന്ന്, കാട്ടുപയറ്, ചെറുപഞ്ചമൂലം, വലിയ പഞ്ചമൂലം, നായ്ക്കുറുണ, നറുനണ്ടി, ചെറുപുള്ളടി, കുറുന്തോട്ടി, വലിയ കുറുന്തോട്ടി, ഇവ ഈ 21 കൂട്ടം മരുന്നുകളുടെ ഉപയോഗിച്ചുള്ള ഔഷധക്കൂട്ടിന് ഈ രോഗചികിത്സയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. വിതാര്യാദി ഗണം എന്നാണ് ഈ 21 കൂട്ടം മരുന്നുകളുടെ കൂട്ടിന് പറയുന്നത്. ഇവയൊണ്ടുള്ള കഷായം ഇത്തരം അവസരങ്ങളിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് ആയുർവേദ ചികിത്സകർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ശിരസിൽ വെക്കുന്ന തൈലങ്ങൾ, ശിരസിൽ തേച്ചു കുളിക്കാൻ ഉപയോഗിക്കുന്ന തൈലങ്ങൾ, വാതപിത്ത ശമനങ്ങളായ തൈലങ്ങൾ ഇതിന് പ്രയോജനം ചെയ്യും. ചില അവസരങ്ങളിൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതിന് തളം വെക്കാറുണ്ട്. ആവർത്തിച്ച തൈലങ്ങൾ തളം വെക്കാറുണ്ട്. ആവർത്തിച്ച തൈലങ്ങളുടെ പാകം ഉള്ളിൽ കഴിക്കുന്ന പാകത്തിലാണ് അത് കാച്ചിയെടുക്കുന്നത് എന്നതുകൊണ്ട് അതിൻ്റെ പിന്നെ പാത്രഭാഗം ചെയ്ത് രാസനാദിപ്പൊടി ചാലിച്ച് നെറുകയിൽ തളം വെക്കുന്നത് പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഒന്നാണ്. ക്ഷീരബല 101 ആവർത്തിച്ച തൈലമാണ്, ധാന്വന്തര 101 ആവർത്തിച്ച തൈലമാണ്. ഇത് രണ്ടും പ്രയോജനപ്പെടുത്താറുണ്ട്. നീരിറക്കമുള്ള അവസരങ്ങളിൽ നിംബാമൃതാദി ആവണക്കെണ്ണയും ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം പാത്രഭാഗം ചെയ്ത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ദീർഘകാലം ഇത്തരം രോഗം ഉള്ള വ്യക്തികൾക്ക് ശിരോധാര ഏറ്റവും പ്രയോജനപ്പെടും. ക്ഷീരബല തൈലം വാതപിത്ത ശമനമായ ഒരു യോഗമാണ്. ശിരോധാരയ്ക്ക് അനിതര സാധാരണമായ ഒരു ഫലം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഡോക്ടർ, നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കും ഇത്തരം തലചുറ്റലുകൾ ഉള്ള ഒരു സമയത്ത്? ഇത്തരം ചുറ്റലുകളുടെ ലക്ഷണങ്ങളെപ്പറ്റി ഒരു ബോധം ഉള്ള പക്ഷം രോഗി എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടിയേ പിന്നെ ദൈനംദിന വ്യാപാരങ്ങൾ ഏർപ്പെടാൻ പാടുള്ളൂ. തല പെട്ടെന്ന് തിരിക്കുക, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ തല പുറകോട്ട് നോക്കി റിവേഴ്സ് എടുക്കുക, ഇതൊക്കെ ഒഴിവാക്കുക തന്നെ വേണം. അതുപോലെ തന്നെ എവിടെയെങ്കിലും ദീർഘനേരം നിൽക്കുന്ന അവസരത്തിൽ പൊക്കമുള്ള ഒരു പ്രതലത്തിൽ കൈ സപ്പോർട്ട് ചെയ്യത്തക്ക വിധത്തിലുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. പരസഹായം അല്ലെങ്കിൽ മറ്റൊരാളുടെ പിന്നെ സഹായം, പ്രായമായ വ്യക്തികൾക്ക് മറ്റൊരാളുടെ സഹായം കൂടെ ഉള്ളത് നല്ലതായിരിക്കും. നിത്യവും കർപ്പാസസ്ത്യാദി തൈലം കഴുത്തിൽ ചെറു ചൂടോടെ തടവുന്നത് അവിടുത്തെ പേശികൾക്ക് ശക്തി കൊടുക്കാനും രക്തചംക്രമണം സുഖകരമാക്കാനും
ഇങ്ങനത്തെ തലകറക്കത്തിന് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. തലയിലും അതുപോലെ യുക്തമായ തൈലം തേച്ച് കുളിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും തണുത്ത തൈലങ്ങൾ, തണുപ്പ് സ്വഭാവമുള്ള മരുന്നുകൾ വെച്ച് കൂട്ടിയ തൈലങ്ങൾ തലയിൽ ഉപയോഗിക്കാൻ പാടില്ല. ചില ആളുകൾ മുടി കറുപ്പിക്കുന്നതിന് മൈലാഞ്ചി ഉപയോഗിക്കാറുണ്ട്. അത് ചിലപ്പോൾ ദോഷഫലം ചെയ്യും. കാരണം കഴുത്തിൻ്റെ പേശികൾക്ക് തണുപ്പോട് ഉണ്ടാവുകയും പേശികൾക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാകുകയും പിന്നെ അത് സർക്കുലേഷനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. തലയിൽ എന്ത് തൈലം ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ ആയുർവേദ ചികിത്സകനുമായിട്ട് ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. ഈ കഴുത്തിലെ പേശികൾക്ക് ബലം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ തരത്തിലുള്ള വ്യായാമ മുറകൾ പ്രയോജനപ്പെടും. പക്ഷേ ഓരോരുത്തർക്കും ഏത് വ്യായാമ മുറ പ്രയോജനപ്പെടുമെന്നുള്ളത് അവരവരുടെ ചികിത്സ, കാരണം അവരവർക്ക് സാധ്യമായ വ്യായാമ മുറകൾ അവരവരുടെ ചികിത്സകരുമായിട്ട് ചർച്ച ചെയ്ത് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഈ ദീർഘകാലം ഇതുപോലെ ചലച്ചുറ്റിലുണ്ടാകുന്ന വ്യക്തികൾ നാഡീഞരമ്പുകൾക്കുണ്ടാകുന്ന ക്ഷീണം അകറ്റുന്നതിന് അശ്വഗന്ധ ചൂർണം പാലിൽ തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതായിരിക്കും. അശ്വഗന്ധ ചൂർണത്തിന് നാഡീഞരമ്പുകൾക്ക് ശക്തി കൊടുക്കാൻ പ്രത്യേകമായ കഴിവുണ്ട്. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ കോശങ്ങളെ ശക്തി കൂട്ടാനും ഉത്തേജിപ്പിക്കാനും അശ്വഗന്ധത്തിന് കഴിവുണ്ട്. സാരസ്വതാരിഷ്ടം പെട്ടെന്ന് ഉള്ള ഒരു ക്ഷീണം അകറ്റുന്നതിനും പ്രയോജനപ്പെടും. അശ്വഗന്ധാരിഷ്ടവും ഇത്തരം അവസരങ്ങളിൽ തലച്ചുറ്റം മൂലമുള്ള ക്ഷീണം അകറ്റുന്നതിന് പ്രയോജനകരമാണ്. തലച്ചുറ്റലും ആയുർവേദ ചികിത്സയും, ഇതേക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ എന്ന ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം ആര്യവൈദ്യ ഫാർമസിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജോബ് തോമസ് ആണ്. ഡോക്ടർ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.